ഐ എം ദ കെയർ ടേക്കർ ഓഫ് ദിസ് ഫ്ലാറ്റ്, ഐ ഡോണ്ട് കെയർ. ഇതാണ് ദിലീപിന്റെ അതിലെ പഞ്ച് ഡയലോഗ്. ഇത്തരത്തിലൊരു പഞ്ച് ഡയലോഗോടെ പഞ്ചോടുകൂടിയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ പവി കെയർ ടേക്കർ കയറി വരുന്നത്. പക്ഷെ സിനിമ ഒരു ഭയങ്കര പഞ്ച്ഫുൾ അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. സോ എനിക്ക് എന്താണ് ആദ്യമേ നമ്മൾ എന്താ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല. ആദ്യം ഒരു പോസിറ്റീവ് കാര്യം തന്നെ പറയാം. ദിലീപിന്റെ ആക്ടിങ്, ദിലീപ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഡിസർവിങ് ആണ്, നല്ലൊരു സിനിമ ഡിസർവിങ് ആണ്. പക്ഷെ പുള്ളി കിട്ടുന്ന സ്ക്രിപ്റ്റുകളൊക്കെ ഒന്നും ഇങ്ങനെ ഒരു ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ലെവലിലാണ് പോകുന്നത്. ഇപ്പൊ തങ്കമണി എന്ന് പറഞ്ഞൊരു സിനിമയിൽ പുള്ളി കാഴ്ചവെച്ച ആക്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആണ്. ആ ഒരു ഇമോഷണൽ രംഗങ്ങളൊക്കെ അതൊക്കെ പോലെ തന്നെയാണ് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ തമാശയൊക്കെ ചെയ്തിരുന്ന ദിലീപ് CID മൂസയിലും കുഞ്ഞിക്കൂനലിലും മറ്റു സിനിമകളിലൊക്കെ കാണിച്ചിരുന്ന ആക്ഷൻസ് ഒക്കെ ഇതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ മറ്റേ ദിലീപിന്റെ ഈ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ടോം ആൻഡ് ജെറി ടൈപ്പ് കോമഡീസ്, അതെല്ലാം ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ മെയിൻ തീം എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ബാഡായിട്ടുള്ളൊരു തീമാണ്. കാരണം ഈ തമ്മിൽ കാണാതെയുള്ള പ്രണയം, അതാണ് കൺസെപ്റ്റ്. അത് വളരെ വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ലെറ്റേഴ്സ്, ഫോൺസ്, അങ്ങനെ പല രീതിയിൽ. ഇതിലും അത്തരത്തിലൊരു പ്രണയമാണ്. പിന്നെ ഒരു പുതുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 5 നായികമാരെയാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 5 നായികമാരും അഭിനയത്തിൽ ബ്രില്യൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരാണ്, അപ്പോൾ അതിൻ്റെതായ കുഴപ്പമായിരിക്കാം. അഭിനയത്തിൽ വലിയ ബ്രില്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ദിലീപിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദിലീപ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ദിലീപാണ്. ദിലീപ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2-3 സ്ഥലത്തൊക്കെ VFX വർക്ക്സ് വന്നിട്ടുണ്ട്. 2 സ്ഥലത്ത് ആവശ്യമുണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് അത് അനാവശ്യമായിട്ടാണ് തോന്നിയത്. ബട്ട് സ്റ്റിൽ അത് അത്രയും വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പുള്ളി അത് എഫേർട്ട് ഇട്ട് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ച് VFX വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ നല്ല ക്വാളിറ്റി വർക്ക്സ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ടോം ആൻഡ് ജെറി കൈൻഡ് ഓഫ് കോമഡിയൊക്കെ എൻജോയ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടമാവുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ CID മൂസ, മീശ മാധവൻ, ആ ഒരു ടൈപ്പാണ്. എല്ലാവർക്കും ഒരു CID മൂസയും മീശ മാധവനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഞാൻ വിനീത് കഴിഞ്ഞ 2 പടങ്ങളും അദ്ദേഹത്തിൻ്റെ വലിയൊരു സക്സസ് എത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം കുറച്ച് നാളിന് ശേഷം ഒരു പടം ചെയ്യുന്നു ദിലീപിനെ പോലൊരു ആക്ടറിനെ വെച്ച്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ട്രെയിലറൊക്കെ നല്ല രീതിയിൽ അവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നമുക്ക് ഒരു പ്രോമിസിങ് ആയിരുന്നു ഈ സബ്ജക്റ്റ്. അത്യാവശ്യം നല്ല പ്രൊമോഷൻസും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുനും ദിലീപും തമ്മിലുള്ള കോംബോ ഇല്ലേ പണ്ട്, അതുപോലെ ഇതിൽ ദിലീപും ഒരു പട്ടിയായിട്ടുള്ളൊരു കോംബോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചു. അപ്പോൾ അത്തരത്തിലൊരു പ്രതീക്ഷയോടെയൊക്കെ ചെന്നു. ആ പ്രതീക്ഷയുടെ ഒരു 4-1 മീറ്റ് ചെയ്തിട്ടുണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം സിനിമയുടെ സ്ക്രിപ്റ്റിൽ തന്നെയാണ് ആദ്യത്തെ പാളിച്ച വന്നിരിക്കുന്നത്. പിന്നെ അല്ലാതെ പറയുകയാണെങ്കിൽ ഡയറക്ഷൻ കുറച്ച് പഴയ ടൈപ്പായിപ്പോയി. ഡയറക്ഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ട് സോനാരേ ആ ഒരു ടൈപ്പ് പാട്ട്, അത്തരത്തിൽ തന്നെ എന്താ പറയുക, സിനിമ അങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ഇടിച്ച് കയറുന്നില്ല. പവി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ കുറച്ച് ഇമ്പാക്ട്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാരക്ടറിനെ നമ്മൾ ഓർത്തിരിക്കുമെങ്കിലും ഈ സിനിമയിലെ പല കാര്യങ്ങളും നമ്മളങ്ങ് മറന്നു പോകും. പിന്നെ ഇതിൽ തമാശ രംഗങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ 1-2 തമാശ രംഗങ്ങൾ, ഒരു റേഡിയോയിലൊരു ജോക്കുണ്ട്, പിന്നെ അല്ലാതെ ഡ്രോൺ വെച്ചിട്ടൊരു ജോക്ക്, പിന്നെ അടിവസ്ത്രങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച്, അതൊക്കെ ദിലീപിൻ്റെ സ്ഥിരം ഒരു ഏരിയ ഉണ്ടല്ലോ ജോക്കിൻ്റെ, അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ സിനിമ ആസ് എ ഹോൾ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും സിനിമ അങ്ങോട്ട് ഏറ്റിട്ടില്ല. എൻ്റെ പേഴ്സണൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 out of 5 ആണ് ഞാൻ കൊടുക്കുന്നത്. അത്രയും ഒരു മോശം സ്കോർ കൊടുക്കാൻ കാരണം തന്നെ എനിക്ക് ആ സിനിമ പേഴ്സണലി വർക്കായിട്ടില്ല. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് പോയത്, അവർക്കും അങ്ങോട്ടും ഇങ്ങനെ വർക്കായിട്ടില്ല. ഈ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ADS Plex തിയേറ്ററിൽ വെച്ചാണ് ഈ സിനിമ ഉണ്ട്. അപ്പോൾ തിയേറ്ററുകാരോട് പറയാനുള്ളൊരു കാര്യം, ഭയങ്കരമായിട്ട് അവിടുത്തെ 2-3 സ്പീക്കേഴ്സ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതാരെങ്കിലും പോയിട്ട് സെയിം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കാരണം എനിക്കത് 2-3 സ്പീക്കേഴ്സ് ഇങ്ങനെ, അതും ഓഡി 1 ആണെന്ന് ആലോചിക്കണം, നല്ല രൂപ മുടക്കിയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യുക സിനിമ. സോ നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ദിലീപ് ഫാൻസിനൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. സോ ദിലീപിൻ്റെ ആരാധകരൊക്കെ ആണെങ്കിൽ ഈ സിനിമ പോയി കണ്ട് അതിൻ്റെയൊക്കെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.